കഴിഞ്ഞ ദിവസം ബലാത്സംഗ കേസിൽ നടൻ സിദ്ദിഖിനെതിരെ കുറ്റപത്രം തയ്യാറാക്കിയിരുന്നു. സിനിമയിൽ അവസരം വാഗ്ദാനം ചെയ്ത് യുവതിയെ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ച സംഭവത്തിലാണ് നടനെതിരെ കുറ്റപത്രം. 2016 ജനുവരി 20 തിരുവനന്തപുരം മസ്കോട്ട് ഹോട്ടലിൽ വെച്ചാണ് പീഡിപ്പിച്ചത്. യുവനടി ഹോട്ടലിൽ എത്തിയ ദൃശ്യങ്ങളും സാക്ഷിമൊഴികളുമുണ്ട്. പീഡിപ്പിക്കപ്പെട്ട ശേഷം യുവതി എറണാകുളത്ത് ചികിത്സ തേടിയതിനും തെളിവുകൾ ലഭിച്ചിട്ടുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നതിന് മുൻപ് തന്നെ നടി ഈ പീഡന വിവരം പറഞ്ഞതിന് തെളിവുകൾ ഉണ്ടെന്ന് ആ കുറ്റപത്രത്തിൽ പറയുന്നു. പ്രത്യേക അന്വേഷണ സംഘമാണ് കുറ്റപത്രം തയ്യാറാക്കിയത്. അനുമതി ലഭിച്ചാൽ കുറ്റപത്രം ഉടനെ കോടതിയിൽ സമർപ്പിക്കും. പീഡനം നടന്നെന്ന് പറയുന്ന തിരുവനന്തപുരം മസ്കറ്റ് ഹോട്ടലിൽ 101D എന്ന മുറിയിലായിരുന്നു അന്ന് സിദ്ദിഖ് താമസിച്ചതെന്നും പോലീസ് കണ്ടെത്തിയിരുന്നു. സിദ്ദിഖിനെ ഇനി ചോദ്യം ചെയ്യേണ്ടതില്ലെന്ന് പോലീസ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു. പ്രതി അന്വേഷണവുമായി സഹകരിക്കുന്നില്ല, കൂടാതെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുവെന്നും കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകിയിരുന്നു. എന്നാൽ ഇതൊക്കെ വെറും വ്യാജമായ ആരോപണങ്ങളാണെന്ന് പറയുകയാണ് രാഹുൽ ഈശ്വർ. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന് ശേഷം നടന്മാരായ ജയസൂര്യ, സിദ്ദിഖ്, നിവിൻ പോളി മുതൽ സംവിധായകരായ ബാലചന്ദ്ര മേനോനും രഞ്ജിത്തിനും എതിരെ വരെ ആരോപണങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരം ആരോപണങ്ങൾ മിക്കതും വ്യാജമാണെന്ന് പറയുകയാണ് രാഹുൽ ഈശ്വർ. മാത്രവുമല്ല, സിദ്ദിഖിന് ലക്ഷങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ചെലവായതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെച്ച് പല നടിമാരും സിനിമാ മേഖലയിലെ കരിവാരിത്തേക്കുകയാണ്. രഞ്ജിത്തിനെതിരെ വന്ന കേസ് വ്യാജമാണെന്ന് കർണാടക ഹൈക്കോടതി പറയുകയുമുണ്ടായി. ആ കേസിൽ രേവതി മാഡത്തിൻ്റെ പേരടക്കം വലിച്ചിഴച്ചു. രേവതിക്ക് രഞ്ജിത്ത് തൻ്റെ നഗ്നചിത്രങ്ങൾ അയച്ചു കൊടുത്തെന്നും ഒരാൾ പറഞ്ഞിരുന്നു. ആ കേസൊക്കെ എന്തായെന്നും രാഹുൽ ഈശ്വർ പരിഹസിക്കുന്നുണ്ട്. സിദ്ദിഖിനെതിരെ വ്യാജ പരാതി കൊടുത്ത 14 പേർക്കെതിരെ ഫേസ്ബുക്കിൽ വ്യാജ പരാതിയിട്ട വ്യക്തിക്ക് ₹1 പോലും ചെലവില്ല. വെറുതെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുകയാണ് ചെയ്യുന്നത്. അതേസമയം സിദ്ദിഖിന് 40 ലക്ഷം രൂപ ചെലവായിട്ടുണ്ടാകും. അദ്ദേഹം ഇത്രയും വർഷങ്ങൾ ജോലി ചെയ്തുണ്ടാക്കിയ കാശാണ്. മുകുൾ റോത്തഗിയെയാണ് കേസിന് കൊണ്ടുവന്നത്. 4 പ്രാവശ്യം അദ്ദേഹം വന്നിരുന്നു. ഓരോ തവണയും വരുമ്പോൾ അവർക്ക് കാശ് കൊടുക്കേണ്ടതുണ്ട്. ഇവരാരും ചാരിറ്റിക്ക് വേണ്ടി വാദിക്കില്ല. ലക്ഷക്കണക്കിന് രൂപ വാങ്ങിയാണ് ഇവരൊക്കെ വാദിക്കുന്നത്. ആ പെൺകുട്ടിക്ക് പോയത് ഒരു വാക്ക്, സിദ്ദിഖിന് ആ കള്ളപ്പരാതിയുടെ പേരിൽ പോയത് 40 ലക്ഷം രൂപ. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നതെന്നും രാഹുൽ ഈശ്വർ പറയുന്നു. വളരെ ഈസി ആയിട്ടാണ് ഇദ്ദേഹം കാര്യങ്ങൾ പറയുന്നത്. ആ പെൺകുട്ടിക്ക് പോയത് വെറും ഒരു വാക്ക് മാത്രം ആണത്രേ. സിദ്ദിഖിന് ലക്ഷങ്ങൾ പോയി. ആ വാക്കിനെ ഭയന്ന് കൊടികെട്ടിയ വക്കീലിനെ സിദ്ദിഖ് കൊണ്ടുവരുന്നത് ആ പെൺകുട്ടിയുടെ വാക്കിൽ എന്തെങ്കിലും കാര്യം ഉള്ളതുകൊണ്ടാണ്. കേസിൽ തെളിവുകൾ കിട്ടിയതുകൊണ്ടാണ് പോലീസ് കുറ്റപത്രം തയ്യാറാക്കിയത്. രാഹുൽ ഈശ്വറിൻ്റെ ലോകം വേറെയാണ്. അദ്ദേഹം ജനിച്ചത് സുരേഷ് ഗോപി സാർ പോലും ജനിക്കാൻ കൊതിക്കുന്ന തന്ത്രി കുടുംബത്തിലാണ്. സാധാരണക്കാരായോ ദരിദ്രരായോ ജീവിക്കുന്നവരുടെ പ്രശ്നങ്ങളൊന്നും അദ്ദേഹത്തിന് മനസ്സിലാവില്ല. സിനിമയിൽ ചാൻസ് കൊടുക്കാം എന്ന പേരിൽ ഹോട്ടലിൽ വിളിച്ചു വരുത്തി പീഡിപ്പിച്ച കേസിൽ ആ പെൺകുട്ടിക്ക് വെറും ഒരു വാക്ക് മാത്രമാണ് പോയത്. എൻ്റെ സിദ്ദിഖ് സാറിൻ്റെ 40 ലക്ഷം പോയി എന്നൊക്കെ വിളിച്ച് കരയുന്നത് ലജ്ജാവഹം തന്നെയാണ്. നിങ്ങളുടെ വേണ്ടപ്പെട്ട ആർക്കെങ്കിലുമാണ് ഈ അവസ്ഥ ഉണ്ടാകുന്നതെങ്കിൽ അപ്പോഴും രാഹുൽ ഈശ്വർ ഇങ്ങനെ തന്നെ പറയണം.